ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കുനാഫയാണ് കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മധുര പലഹാരമാണ് കുനാഫ അല്ലേ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കാണും, കഴിച്ചു കാണും എന്നൊക്കെ അറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ്. നമുക്ക് ഒത്തിരി ചേരുവകളൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് കുനാഫ ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയ രീതി, ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിലേക്ക് വെച്ചു. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 200 ഗ്രാം സേമിയോ, അത് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന കട്ടിയുള്ള സേമിയല്ല, ഇച്ചിരി കട്ടി കുറഞ്ഞ കനം കുറഞ്ഞ സേമിയോ, അതിലൊരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിക്കായിട്ടും, നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്കാണെങ്കിൽ ഇതുപോലെ നമുക്ക് നുറുക്കിയെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ചെറുതായി പോകരുത്. നമുക്കൊരു 4 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തു. അത് അൺസോൾട്ടഡ് ബട്ടർ ആയിരിക്കണം കേട്ടോ, അത് ഓർത്തിരിക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അൺസോൾട്ടഡ് ബട്ടർ വേണം ഇട്ട് കൊടുക്കാനായിട്ട്, ഉപ്പില്ലാത്ത ബട്ടർ. അതും കൂടി ഇട്ട് നമുക്ക് ആ സേമിയ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ആ നെയ്യിൽ കിടന്ന് നമ്മുടെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടണം. ഒത്തിരി സമയമൊന്നും വേണ്ട, ഒരു 4 മിനിറ്റ് വെച്ചാൽ മതി. 4 മിനിറ്റിൽ ഒത്തിരി അങ്ങ് കരിഞ്ഞൊന്നും പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ആ നെയ്യിൽ കിടന്ന് നമ്മുടെ സേമിയ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് കശുവണ്ടി പരിപ്പ് ഉണ്ടായിരുന്നു, അത് ചെറുതായിട്ട് നുറുക്കി. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഏതിട്ടാലും, നമ്മൾക്ക് കശുവണ്ടി പരിപ്പോ പിസ്തായോ ബദാമോ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുക്കണം. എന്നാലേ നമ്മൾ കുനാഫ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനൊക്കെ കിട്ടുള്ളൂ. അതിനുശേഷം അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു. നമ്മൾ മധുരം വേണമല്ലോ, ഞാൻ കുറച്ച് മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ഇട്ട് കൊടുക്കാം. കുനാഫ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മധുര പലഹാരമാണല്ലേ. അപ്പം ഞങ്ങൾക്ക് മധുരം കുറവ് മതി, അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഇപ്പം ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മൾക്ക് മധുരം നന്നായിട്ട് ഫീൽ ചെയ്യണം കുനാഫ കഴിക്കുമ്പോഴല്ലേ. കുട്ടികൾക്കൊക്കെ കൂടുതൽ മധുരം ഇട്ട് കൊടുക്കുക. മധുരമാണ് അതിൻ്റെ മെയിൻ ഒരു ഘടകം. എന്നാലും നമ്മൾക്കും മുതിർന്നവർക്കും കഴിക്കണമല്ലോ. അപ്പം ഞങ്ങൾക്ക് മധുരം കുറച്ച് മതി. അപ്പം ഞാൻ കുറച്ച് മധുരം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ സേമിയ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഓഫ് ചെയ്യാം. അതിനുശേഷം ഏത് പാത്രത്തിലാണോ നമ്മളത് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സേമിയയുടെ പകുതി ഭാഗം, മുഴുവൻ വേണ്ട, പകുതി നമ്മൾക്ക് പിന്നീട് ആവശ്യമുണ്ട്, പകുതി ഭാഗം നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നാലേ ആ ഷേപ്പ് വരത്തുള്ളൂ. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഒന്ന് സെറ്റ് ചെയ്തൊക്കെ ഇവിടെ വയ്ക്കാം. ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി അതവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ക്രീം ഉണ്ടാക്കാം. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ക്രീമാണ്. അതിനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ തന്നെ അടുപ്പയിലേക്ക് വെച്ചു. അതിലേക്ക് ഞാൻ 4 കപ്പ് പാല് കുറച്ച് വേണം. അപ്പം 4 കപ്പ് പാല് ഞാൻ ഒഴിച്ച് കൊടുത്തു. 250 ml കപ്പിന് 4 കപ്പ് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പാലൊന്ന് നന്നായിട്ടൊന്ന്, അതിന് കുറച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കാരണം കുറച്ച് കട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം നോർമലായി. ഇനി അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ആണ് ചേർക്കേണ്ടത്. ഞാൻ ഒരു 7 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലെടുത്ത് അതിലേക്ക് ഒഴിച്ച് ഒന്ന് കലക്കി അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. കോൺഫ്ലവർ ആണ് ചേർക്കേണ്ടത്. നമുക്ക് ചോളപ്പൊടി നമ്മൾക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതും കൂടി ചേർത്ത് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കൂട്ടി വെക്കരുത് കേട്ടോ. നമ്മൾ കോൺഫ്ലവറൊക്കെ ഒഴിക്കുമ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കണം, തീ ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം.
ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് കോൺഫ്ലവർ കലക്കിയത് അങ്ങോട്ട് ഒഴിക്കാനായിട്ട്. അതിനുശേഷം നമുക്കത് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തു. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടുന്നത്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് മധുരത്തിനായിട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 1 കപ്പോളമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമാക്കി നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ആദ്യമേ ലോ ഫ്ലെയിമിലായിരിക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് കുറുകി വരണം കണ്ടോ. ഇപ്പം അത് ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഒരു ഷൈനിങ് ഒക്കെ ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് കുറുകിയെടുക്കണം. അപ്പോൾ നമ്മൾക്കൊരു വൈറ്റ് ക്രീമാണ് നമ്മൾക്ക് കിട്ടുന്നത് ഉണ്ടോ. ഇതിപ്പോൾ നമ്മൾക്ക് വളരെ പെട്ടെന്നൊരു ക്രീം ഉണ്ടാക്കാൻ പറ്റിയില്ലേ ഉണ്ടോ. ഇച്ചിരി എസൻസ് ഒഴിച്ചിട്ടുണ്ട്, വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഫ്ലവറും ഉപയോഗിച്ച് 4 കപ്പ് പാലിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നമ്മൾ പതുക്കെ നമ്മളിങ്ങനെ ഇളക്കി ഒരു ക്രീം പരുവത്തിലാക്കി. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക്, ആ സേമിയയുടെ മുകളിലേക്ക് നമുക്ക് ഈ ക്രീം ഒത്തിരി ചൂടാറാതെ ചെറിയ ചൂടിൽ തന്നെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മളുടെ ക്രീം. നമ്മൾ കെമിക്കലായിട്ട് ഒന്നും ചേർക്കുന്നില്ല. നമ്മളുടെ വീട്ടിലുള്ള ചേരുവകൾ ചേർത്ത് തന്നെ നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ ഒട്ടും പേടിക്കാതെ തന്നെ നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴാണ് എന്തൊക്കെയാണ് ചേർക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലേ. അപ്പോൾ ആ കുനാഫ കഴിക്കുന്ന ഒരു ഫീലിംഗ് അവർക്കുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുവാനും സാധിക്കും. ആ ക്രീം മുഴുവൻ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ചൂടോടെ തന്നെ. ഒത്തിരി ചൂട് വേണ്ട, ചൂട് സ്വല്പം ഒന്ന് ആറിക്കഴിഞ്ഞിട്ട്, ഒത്തിരി ആറുകയും ചെയ്യരുത്, ഒരു മീഡിയം ചൂടിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ സേമിയ അതിൻ്റെ മുകളിലേക്ക് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾക്ക് ആ സേമിയയും കൂടി അതിൻ്റെ മുകളിലേക്ക് നിരത്തി ഒന്നിട്ട് കൊടുക്കാം. നമ്മളതിൻ്റെ ബേസിൽ നമ്മൾ ആ സേമിയ തട്ടി പൊത്തിയൊക്കെ വെച്ചില്ലേ, അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നിരത്തി ആ ക്രീമിൻ്റെ മുകളിൽ ക്രീം കാണാത്ത വിധത്തിൽ നമുക്കൊന്ന് നിരത്തി ഒന്ന് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു 4 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാകാൻ വേണ്ടി ഇത് ഫ്രിഡ്ജിൽ വയ്ക്കണം. ഇതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പിസ്ത ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു കളറിന് വേണ്ടിയിട്ട്, ഓപ്ഷനിലാണ്, ഒരു കളറിന് വേണ്ടിയിട്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്നത് നല്ലതല്ലേ. എൻ്റെ കയ്യിൽ ഇപ്പം പിസ്ത ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉണക്കമുന്തിരി ഞാൻ അതിൻ്റെ നടുക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിസ്ത എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ്. പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു ഭംഗിക്ക് ഇതൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഒക്കെ ഓപ്ഷനിലാണ് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്നൊന്ന് തണുത്ത് ഒന്ന് സെറ്റാകണം. കൃത്യം ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴേ നല്ല സെറ്റായി നമുക്ക് കിട്ടും. അതിന് മുമ്പ് എടുക്കരുത്. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് വെച്ച് നോക്കാം. ഇപ്പം ഏകദേശം ഒരു 4 മണിക്കൂർ ആയിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അതിനുശേഷം ഞാൻ പുറത്തേക്ക് എടുത്തു. ഇനി നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. ജസ്റ്റ് ഒരു കത്തി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് താഴ്ത്തി മുറിക്കണം. എന്ന് വെച്ചാൽ അടിഭാഗം കൂടി നമ്മൾക്ക് കിട്ടണം. അടിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സേമിയയും കൂടി നമ്മളത് പൊക്കിയെടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ കത്തി കൊണ്ട് താത്തി തന്നെ മുറിച്ചെടുക്കണം. കണ്ടോ, നമ്മളുടെ കുനാഫയുടെ ക്രീമൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഇതുപോലെ മുറിച്ചെടുക്കണം കണ്ടോ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ കുനാഫ ഇവിടെ റെഡിയായി. പെട്ടെന്നുണ്ടാക്കിയില്ലേ. ഒത്തിരി എന്താ പറയുന്നത്, അതിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഞാൻ പാത്രത്തിലേക്ക് വയ്ക്കട്ടെ. കണ്ടോ, ഒത്തിരി ചേരുവകളൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള ചേരുവകളുണ്ട്. കുനാഫ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്